CPM-ൽ ഇപ്പോൾ തള്ളിപ്പറയലുകളുടെയും തമ്മിൽ തല്ലലിന്റെയും പോർവിളികളുടെയും ഒക്കെ കാലമാണ്. കൊല്ലം CPM ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുകേഷ് MLA, EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മൈക്രോ ഓപ്പറേറ്റിംഗ് തൊഴിലാളിയുടെ മെക്കിട്ട് കയറിയത് ശരിയാണോ എന്ന ചോദ്യം ഉയർന്നു. EP-യുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വെളിപ്പെടുത്തൽ മുന്നണിക്ക് തിരിച്ചടിയായി. മുകേഷിനെ എന്തിന്, ആരുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയാക്കി തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. വികസന ക്ഷേമ പദ്ധതികൾക്ക് പണമില്ല എന്ന് മാത്രം പറയാൻ ഒരു സർക്കാർ എന്തിനാണ് എന്നാണ് പ്രതിനിധികൾ ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് വേളയിൽ AK ബാലന്റെ മരപ്പട്ടി പ്രയോഗം ഒഴിവാക്കേണ്ടതായിരുന്നു. MLA ആയ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും ജോയിക്ക് ജില്ലാ സെക്രട്ടറിയും ആകാമെങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്ത് അംഗമായ പ്രവർത്തകന് ലോക്കൽ സെക്രട്ടറി ആകാൻ പാടില്ലെന്നും പ്രതിനിധികൾ ചോദിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റേത് കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയല്ല എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ EP-യുടെ വെളിപ്പെടുത്തൽ മുന്നണിക്ക് തിരിച്ചടിയായി എന്നും വിമർശനം ഉയർന്നു. മുകേഷ് MLA-യുടെ സ്ഥാനാർത്ഥിത്വത്തെയും വിമർശിച്ച സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ എന്തിന്, ആരുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയാക്കി എന്നായിരുന്നു ചടയമംഗലത്ത് നിന്നുള്ള പ്രതിനിധികളുടെ ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. ജനപ്രതിനിധികൾക്ക് ഇരട്ട നീതിയാണോ എന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ചോദിച്ചു. രാത്രി കാലങ്ങളിൽ മുകേഷ് പ്രചാരണത്തിനെത്തിയില്ല. പാർട്ടിയുമായി സഹകരിക്കുന്ന രീതി മുകേഷിനില്ല. നേതാക്കൾ തലക്കനം കാട്ടി നടക്കരുത്, ലാളിത്യം ഉണ്ടാകണമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സീതാറാം യെച്ചൂരി അന്തരിച്ച ശേഷം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിച്ചു എന്ന് MA ബേബി പറയുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നും ചോദ്യമുയർന്നു. പലസ്തീൻ വിഷയത്തിൽ സ്വരാജും KK ശൈലജയും സമൂഹ മാധ്യമങ്ങളിലടക്കമിട്ട പോസ്റ്റ് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. ഗുണഭോക്താക്കളെ AAY പദ്ധതിയിലേക്ക് മാറ്റുന്നത് പരോക്ഷമായി BJP-യെ സഹായിക്കലാണെന്നും പ്രതിനിധികൾ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും വിമർശനം ഉയർന്നു. ജില്ലാ സെക്രട്ടറി സുദേവൻ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്ത 7 കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത്. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 450 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പൊതുചർച്ച തുടരും. ഇപ്പോഴിതാ നടനും MLA-യുമായ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റായിരുന്നുവെന്ന് സമ്മതിച്ച് CPM ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. പൊതുവോട്ടുകൾ കൂടി സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണത്രേ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി എന്ന് ജില്ലാ സെക്രട്ടറി സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടി നൽകി. തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റിക്ക് ഈ വിലയിരുത്തൽ ഉണ്ട് എന്നും സുദേവൻ വ്യക്തമാക്കി. മന്ത്രിസഭാ പരാജയമാണ് എന്ന ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭ ഗുണം ചെയ്തില്ല. കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ CPM ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ടായി. പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടായി എന്ന് പ്രതിനിധികൾ വിമർശിക്കുകയും ചെയ്തു.